വലിയ ചർച്ചാ വിഷയമായി റഷ്യയും ബെലാറസും ചേർന്ന് നടത്തിയ വൻ സംയുക്ത ആണവ സൈനിക അഭ്യാസം. യുക്രൈൻ യുദ്ധം അവസാനമില്ലാതെ നീളുകയും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സംഘർഷം ദിനംപ്രതി രൂക്ഷമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് റഷ്യയും മിൻസ്കും ലോകത്തിനു മുന്നിൽ തങ്ങളുടെ ആണവ കരുത്ത് തുറന്നു കാട്ടിയത്. കരയിലും കടലിലും ആകാശത്തും ഒരേ സമയം നടന്ന ഈ അഭ്യാസങ്ങൾ വെറും സൈനിക പരിശീലനം മാത്രമല്ല, അത് അമേരിക്കയ്ക്കും നാറ്റോ സഖ്യത്തിനുമുള്ള തുറന്ന മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. 3 ദിവസമായി നീണ്ടുനിന്ന ഈ അഭ്യാസത്തിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, ആണവശേഷിയുള്ള അന്തർവാഹിനികൾ, യുദ്ധക്കപ്പലുകൾ, തന്ത്രപ്രധാന ബോംബറുകൾ, അത്യാധുനിക മിസൈൽ സംവിധാനങ്ങൾ എന്നിവ വിന്യസിക്കപ്പെട്ടു. വനപാതകളിലൂടെ നീങ്ങുന്ന മൊബൈൽ മിസൈൽ ലോഞ്ചറുകളും ആർട്ടിക് പസഫിക് മേഖലകളിൽ നിന്നും പുറപ്പെട്ട ആണവ അന്തർവാഹിനികളും ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 64,000 സൈനികർ, 200-ലധികം മിസൈൽ ലോഞ്ചറുകൾ, 140-ലധികം യുദ്ധവിമാനങ്ങൾ, 73 യുദ്ധക്കപ്പലുകൾ, 13 അന്തർവാഹിനികൾ എന്നിവയാണ് അഭ്യാസത്തിന്റെ ഭാഗമായത്. ഇവയിൽ 8 എണ്ണം ആണവായുധശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ കഴിയുന്നവയായിരുന്നു. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയും ബെലാറസും ചേർന്ന് നടത്തുന്ന ഏറ്റവും വലിയ ആണവ അഭ്യാസങ്ങളിൽ ഒന്നായാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അഭ്യാസത്തിന്റെ അവസാന ഘട്ടം നേരിട്ട് നിരീക്ഷിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുകാഷെങ്കോയും എത്തിയത് ഈ നീക്കത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടുതൽ ഉയർത്തി. ഇത് സൈനിക ശക്തിയുടെ പ്രദർശനം മാത്രമല്ല, റഷ്യ ഇപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ ആണവ ശക്തികളിൽ ഒന്നാണ് എന്ന സന്ദേശം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള നീക്കമായിട്ടാണ് വിദഗ്ധർ കാണുന്നത്. യുക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യൻ നഗരങ്ങളിലേക്ക് വരെ വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ആണവ അഭ്യാസങ്ങൾ നടന്നത്. മോസ്കോയ്ക്ക് സമീപം നടന്ന ആക്രമണങ്ങളിൽ ആളപായവും വ്യാവസായിക കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടവും ഉണ്ടായതോടെ യുദ്ധം ഇനി അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്ന തിരിച്ചറിവ് റഷ്യയ്ക്കും ശക്തമായി. അതുകൊണ്ട് തന്നെ സ്വന്തം ആണവ ത്രയത്തിന്റെ ശക്തി ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി ആക്രമണത്തിന് മറുപടി നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന സന്ദേശമാണ് പുടിൻ നൽകാൻ ശ്രമിച്ചത്. അഭ്യാസത്തിനിടെ നടത്തിയ പ്രസംഗത്തിൽ പുടിൻ ലോകത്ത് വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങളും പുതിയ സുരക്ഷാ ഭീഷണികളും കണക്കിലെടുക്കുമ്പോൾ റഷ്യ ബെലാറസ് യൂണിയന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ആണവശക്തി അനിവാര്യമാണെന്ന് പറഞ്ഞു. നമ്മുടെ ആണവത്രയം തന്ത്രപ്രധാനമായ പ്രതിരോധത്തിന്റെയും ആഗോള ശക്തി സന്തുലിതാവസ്ഥയുടെയും അടിത്തറയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക സമ്മർദ്ദം വർദ്ധിച്ചാൽ ആണവശക്തി ഉപയോഗിക്കുന്നതിൽ റഷ്യ പിന്നോട്ടില്ലെന്ന സൂചനയാണ് റഷ്യ നൽകുന്നത്. ഈ അഭ്യാസങ്ങൾ മറ്റൊരു നിർണായക കാര്യം കൂടി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി. ബെലാറസ് ഇപ്പോൾ റഷ്യയുടെ സൈനിക തന്ത്രത്തിലെ കേന്ദ്ര ഘടകമായി മാറിക്കഴിഞ്ഞുവെന്നത്. റഷ്യൻ തന്ത്രപ്രധാന ആണവായുധങ്ങളും ഒറഷ്നിക് പോലുള്ള പുതിയ മിസൈൽ സംവിധാനങ്ങളും ഇപ്പോൾ ബെലാറസ് വിന്യസിച്ചിരിക്കുകയാണ്. റഷ്യൻ നിർമ്മിത ഇസ്കാൻഡർ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ നേരിട്ട് പരിശോധിച്ച ലുകാഷെങ്കോ ഈ യന്ത്രത്തെക്കുറിച്ച് ഞാൻ വളരെ കാലമായി സ്വപ്നം കണ്ടിരുന്നു എന്ന് പറഞ്ഞത് തന്നെ ബെലാറസ് ഇനി ഒരു സാധാരണ സഖ്യകക്ഷിയല്ലെന്നും റഷ്യയുടെ ആണവ പ്രതിരോധ ശൃംഖലയിലെ സജീവ ഘടകമാണെന്നും വ്യക്തമാക്കുന്നു. 2024 റഷ്യ തങ്ങളുടെ ആണവ സിദ്ധാന്തത്തിൽ വരുത്തിയ മാറ്റവും ഈ സാഹചര്യത്തെ കൂടുതൽ ഗൗരവതരമാക്കി. പുതുക്കിയ നയം പ്രകാരം ബെലാറസിനെതിരായ ഒരു വലിയ പരമ്പരാഗത ആക്രമണവും റഷ്യക്കെതിരായ സംയുക്ത ആക്രമണമായി കണക്കാക്കാം. അതായത് ബെലാറസിനെ ആക്രമിക്കുന്നത് പോലും റഷ്യയുടെ ആണവ പ്രതികരണത്തിന് വഴിവെക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് യൂറോപ്പിന്റെ സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ ശേഷിയുള്ള നീക്കമായാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം അഭ്യാസങ്ങൾ ലോകത്തിന് മുന്നിൽ ഒരു വലിയ ആശങ്കയും ഉയർത്തുന്നു. യുക്രൈൻ യുദ്ധം നീളുന്നതിനൊപ്പം റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നേരിട്ടുള്ള സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ അതിന്റെ ആഘാതം യൂറോപ്പിൽ മാത്രം ഒതുങ്ങില്ല. ആണവശക്തികൾ പരസ്പരം മുന്നറിയിപ്പുകൾ കൈമാറുന്ന ഇന്നത്തെ സാഹചര്യം ലോകം വീണ്ടും ശീതയുദ്ധകാലത്തെ പോലെ ഭീതിയും അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു പുതിയ ആഗോളഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.